നമ്മൾ ആദരണീയനായിട്ടുള്ള ശ്രീ കന്നൽ ബാലേശ്വര സാറിന് ഈ പുരസ്കാരം സമ്മാനിക്കുന്നതിന് വേണ്ടി ഫൗണ്ടേഷൻ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിവരം ഞങ്ങൾ അറിയിക്കുകയും സന്തോഷം അദ്ദേഹം അത് ഏറ്റുവാങ്ങുവാൻ തയ്യാറാവുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ സാഹചര്യങ്ങൾ അന്ന് അവിടെ എത്തിപ്പെടാനുള്ള സാഹചര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇന്നിവിടെ കൊണ്ടുകയും അദ്ദേഹത്തിന് നേരിട്ട് തന്നെ ഫൗണ്ടേഷൻ്റെ ഭാരവാഹികൾ നേരിട്ട് എത്തിച്ച് അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ പ്രധാനമായ ലക്ഷ്യം. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫൗണ്ടേഷനെ സ്നേഹിക്കുകയും കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം സഹകരിക്കുകയും ചെയ്തിട്ടുള്ള നിരവധി ആളുകൾ നമ്മുടെ ഈ വേദിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് KP ശ്രീകുമാറാണ്. വൈസ് ചെയർമാനായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം തന്നെയായിരുന്നു ഫൗണ്ടേഷൻ്റെ വൈസ് ചെയർമാനായിട്ടിരുന്നത്. അച്ഛൻ്റെ മരണത്തോടുകൂടി കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പാണ് അച്ഛൻ മരിച്ചത്. തീർച്ചയായിട്ടും ചെയർമാൻ എന്നുള്ള പദവി അദ്ദേഹം ഏറ്റെടുക്കുകയും അതിനുശേഷം നടന്നിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണ് നമ്മൾ ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട MB ഫൗണ്ടേഷൻ്റെ രക്ഷാധികാരി പ്രൊഫസർ KP ശ്രീകുമാർ അവരുടെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. അടുത്തായിട്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ആദരണീയനായിട്ടുള്ള നമ്മുടെ ജീവകാരുണ്യ മേഖലയിൽ ഇന്ത്യയുടെ തന്നെ ലോകത്തിൻ്റെ തന്നെ ഒരു പ്രതിപുരുഷൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട കേരള ശ്രീ ഡോക്ടർ പുനലൂർ സോമനാരായണൻ സാറ് ഇവിടെ വളരെ സന്തോഷത്തോടുകൂടി ഈ ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവിടെ വന്നത് ഉദ്ഘാടനം ചെയ്യും എന്ന് പറയുകയും ഈ ഒരു വേദിയിൽ എത്തിച്ചേരുകയും കൃത്യമായിട്ട് ആ സമയബന്ധിതമായി തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അദ്ദേഹത്തെ ഈ യോഗത്തിൻ്റെ പേരിലും MB ഫൗണ്ടേഷൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട ആദരിക്കപ്പെടുന്ന നമ്മളുടെ വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള കന്നൽ ബാലകൃഷ്ണപിള്ള സാർ, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എല്ലാവിധമായിട്ടുള്ള ആദരവോടും സ്നേഹത്തോടും കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മളുടെ PP ശ്രീനിവാസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ MB ഫൗണ്ടേഷനുമായിട്ട് സാറിൻ്റെ കുടുംബത്തിനുള്ള ബന്ധം അപ്പൂപ്പൻ്റെ കാലം മുതൽ സാറിൻ്റെ അച്ഛൻ്റെ കാലം മുതൽ വള്ളിയിൽ കുടുംബാംഗമാണ്. പറഞ്ഞു വരുമ്പോൾ ബന്ധങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും ഈ ഒരു 50ാമത് വാർഷികത്തിൽ നമുക്ക് കിട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. സാറിനെപ്പോലെ പ്രഗത്ഭനായിട്ടുള്ള വളരെയധികം പൊസിഷനുകളിൽ നമ്മുടെ കേരളത്തെയും ഇന്ത്യയിലും ഒക്കെ വിദേശ രാജ്യങ്ങളിലുമൊക്കെ സേവനമനുഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഈ MB ഫൗണ്ടേഷൻ്റെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തു. അടുത്തത് ജിതേഷ് ജി, നമ്മളുടെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള കാർട്ടൂണിസ്റ്റാണ്, സ്പീഡ് കാർട്ടൂണിസ്റ്റാണ്. ഗിന്നസ് ബുക്കിലും ഒക്കെ തന്നെ പേരുകൾ നേടുകയും കേരളത്തിൽ ഇന്നത്തെ PSC ചോദ്യപേപ്പറുകളിൽ വിവിധ ചോദ്യങ്ങൾ അദ്ദേഹത്തെ പറ്റി ചോദ്യങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. തീർച്ചയായിട്ടും ബന്ധുക്കളും കൂടിയാണ്, ബന്ധവും കൂടിയുണ്ട്. ബാലപ്രസാദുമായിട്ടുമൊക്കെ ബന്ധവും കൂടിയുള്ള ആളാണ്. അദ്ദേഹത്തെയും ഈ MB ഫൗണ്ടേഷൻ്റെ പേരിലും ഈ ചടങ്ങിൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചു. അടുത്തതായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ PC വിനോദ് സാറാണ്. കേരള ലോക കേരള നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടും സ്നേഹത്തോടും കൂടി ഫൗണ്ടേഷന് വേണ്ടി സ്വാഗതം ചെയ്യുക. അടുത്തായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് S മോഹൻകുമാർ സാറാണ്, വൈസ് പ്രസിഡന്റ് BAME തിരുവനന്തപുരം. സാറും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. വളരെ സാറിന് സ്നേഹത്തോടെയും ആദരവോടെയും കൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ അശോക് കുമാർ സാറാണ്, ഗ്രൂപ്പ് ഓഫ് റിസോഴ്സിൻ്റെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്നു. സാറിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞു. സിനിമ നിർമ്മാതാവും അതുപോലെ തന്നെ റിസോർട്ടുകളുടെയും മറ്റും ഉടമകളുമായിട്ട് കേരളത്തിൽ ഇന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മാർക്കറ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെയും ഈ ചടങ്ങിൻ്റെ പേരിലും MB ഫൗണ്ടേഷൻ്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുക. അതായത് ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള MB ഫൗണ്ടേഷൻ്റെ തന്നെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ PK ജനാർദ്ദൻ കുറുപ്പ് സാറാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് ഒരു അടിയന്തരമായി അദ്ദേഹത്തിൻ്റെ ഒരു
അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരുമെന്നുള്ള പ്രതീക്ഷയിൽ ഡോക്ടർ പി കെ ജനാർദ്ദൻ കുട്ടി സാറിനും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ പ്രൊഫസർ ഷെയ്ഖ് മുഹമ്മദ് ഖാൻ സാറും ഇവിടെ എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ചില അത്യാവശ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. സമയം പരിമിതി മൂലം അദ്ദേഹത്തിന് തീർച്ചയായും ഇവിടെ എത്താനുള്ളൊരു ഇപ്പോഴൊരു സാഹചര്യം ഇല്ല. ഇവിടെ അത്യാവശ്യമായിട്ട് നിൽക്കുകയാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹവും വരുമെന്നുള്ള സാഹചര്യത്തിൽ വരുമെന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെ അദ്ദേഹത്തിനും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് ഏഷ്യാനെറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് അനിൽ അഡ്വസാറാണ് ഇവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിക്കുകയും നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം നൽകി കവർ ചെയ്യുന്നതിന് മുഖ്യമന്ത്രിയുടെ